ഈ വീഡിയോ കാണുന്ന നിങ്ങളോ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരോ ന്യൂറോഫൈബ്രോമാറ്റോസിസ് ടൈപ്പ് 1 മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരായിരിക്കും. സർജറിയിലൂടെ റിമൂവ് ചെയ്തതിൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം ന്യൂറോളജിസ്റ്റിനെയാണ് കാണിച്ചത്. അപ്പോൾ ഇതിനെ പ്രത്യേകിച്ച് ചികിത്സിച്ച് ഭേദമാക്കാവുന്ന അസുഖമല്ലാത്തതുകൊണ്ട് സർജറിയാണ് പറഞ്ഞത്. അങ്ങനെ ഒരു ജനറൽ സർജൻ്റെ അടുത്തേക്ക് റെഫർ ചെയ്തു. അപ്പം ജനറൽ സർജൻ പറഞ്ഞത് പ്ലാസ്റ്റിക് സർജറി ചെയ്യുന്നതായിരിക്കും നല്ലത്. അങ്ങനെ അതേ ഹോസ്പിറ്റലിൽ തന്നെ പ്ലാസ്റ്റിക് സർജൻ്റെ അടുത്ത് പോയി. അപ്പോൾ ജനറ്റിക് അസുഖമാണ്, അത് ഫാമിലിയിൽ നമുക്ക് കിട്ടിയതാണ്. മുമ്പുള്ള ജനറേഷനിലും അതുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് സർജറി ചെയ്യാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ സർജറിക്ക് വേണ്ടിയിട്ടുള്ള ഡേറ്റ് കുറിച്ച് തന്നു. അങ്ങനെ സർജറി വൈകുന്നേരമാണ് പറഞ്ഞത്. അതേ ദിവസം രാവിലെയാണ് നമ്മളോട് ഹോസ്പിറ്റലിൽ വരാൻ പറഞ്ഞത്. അപ്പോൾ വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ മുഖത്ത്, കയ്യിൽ അങ്ങനെ വിസിബിൾ ആയിട്ടുള്ള ഏരിയയിലുള്ളത് മെയിൻലി റിമൂവ് ചെയ്യാമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അങ്ങനെ കുറച്ച് ഡോക്ടർ മാർക്ക് ചെയ്തു, ഫേസിലും കയ്യിലും ഒക്കെ ഉള്ളത്. ബാക്കി നമ്മുടെ പുറത്തോ ഏതെങ്കിലും ഏരിയസിലുണ്ടെന്നുണ്ടെങ്കിൽ അത് സർജറിയുടെ സമയത്ത് നോക്കാമെന്നാണ് പറഞ്ഞത്. അങ്ങനെ രാവിലെ തന്നെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് സാധാരണ ഹോസ്പിറ്റൽ പ്രൊസീഡിങ്സ് എല്ലാം കാണും, പ്രൊസീജിയേഴ്സ് കാണും. നമ്മുടെ ബ്ലഡ് ടെസ്റ്റ് നടത്തും. പിന്നെ ഇഞ്ചക്ഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ മെയിൻലി ഉള്ള കാര്യം നമുക്ക് ലോക്കൽ അനസ്തേഷ്യയാണ് തരുന്നത്. ലോക്കൽ അനസ്തേഷ്യ എന്ന് പറയുമ്പോൾ എവിടെയാണോ ഈ ഫൈബ്രോമാസ ഗ്രോത്ത് ഉള്ളത് അവിടെ ഒരു ഇഞ്ചക്ഷൻ എടുക്കും, അവിടുത്തേത് റിമൂവ് ചെയ്യും. അങ്ങനെ എത്ര ഗ്രോത്ത് ഉണ്ടോ അതിനനുസരിച്ച് ഓരോരോ ഇഞ്ചക്ഷൻ ആയിരിക്കും എടുക്കുന്നത്. സാധാരണ അനസ്തേഷ്യ മൊത്തത്തിൽ മയക്കുവാണല്ലോ ചെയ്യുന്നത്, അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ വൈകുന്നേരം ഏകദേശം രാത്രി ആയപ്പോഴാണ് സർജറി ചെയ്തത്. അപ്പോൾ നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിൽ പോകുമ്പം നമ്മുടെ ഡ്രസ്സിങ്ങിൻ്റെ കാര്യം മിക്കവാറും ആളുകൾക്ക് അറിയാമായിരിക്കും, എങ്കിലും പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് അവിടെ നിന്നൊരു സർജിക്കൽ ഗൗൺ തരും, അത് മാത്രമേ നമുക്ക് ഇടാൻ പറ്റുള്ളൂ. വേറെ അണ്ടർവെയേഴ്സ് ഒന്നും നമുക്ക് ഇടാൻ പറ്റില്ല. പിന്നെ നമ്മുടെ നഖമെല്ലാം വെട്ടിയിട്ട് പോവുക. സ്ത്രീകളൊക്കെ ആണെങ്കിൽ നെയിൽ പോളിഷ് റിമൂവ് ചെയ്തിട്ട് പോവുക, ഇല്ലെങ്കിൽ അവർ നമ്മളോട് റിമൂവ് ചെയ്യാനായിട്ട് പറയും. പിന്നെ എവിടെയൊക്കെയാണോ നമ്മുടെ സർജറി നടത്തേണ്ടത് ആ ഭാഗത്തുള്ള രോമങ്ങളെല്ലാം ഷേവ് ചെയ്ത് കളയേണ്ടി വരും. അപ്പോൾ അത് നേഴ്സുമാർ തന്നെ നമുക്ക് ഷേവ് ചെയ്ത് തന്നിട്ടുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തിട്ട് പോകണമെന്നുണ്ടെങ്കിൽ കൺവീനിയൻ്റ് ആയിരിക്കും. ആ ഭാഗമെല്ലാം ക്ലിയർ ആയിട്ടായിരിക്കും. ഇപ്പം കയ്യിലാണെങ്കിലും ഏത് ഭാഗത്താണെങ്കിലും ആ ഭാഗത്തെ ഹെയർ റിമൂവ് ചെയ്യണം. പിന്നെ സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ മുടി രണ്ടായിട്ട് പിന്നി കുറച്ച് മടക്കി പൊക്കി കെട്ടേണ്ടി വരും. ഹെയർ ക്യാപ്പ്, ആ ഗൗണ്, അതാണ് നമ്മൾ ഇടുന്നത്. പിന്നെ ഓപ്പറേഷൻ തിയേറ്ററിലെ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ലോക്കൽ അനസ്തീഷ്യയാണ് തരുന്നത്. അപ്പോൾ അത് പെയിൻഫുള്ളാണ്. അത്ര പെയിൻഫുള്ളാണെന്നുള്ളത് എനിക്ക് പേഴ്സണലി അറിയില്ലായിരുന്നു. ഓരോ പ്രാവശ്യവും ഓരോ ഇഞ്ചക്ഷൻ എടുക്കുമ്പം വളരെ പെയിൻഫുള്ളായിട്ടുള്ള ഒരു ഇഞ്ചക്ഷനാണത്. ഏകദേശം ഒരു 20-25 എണ്ണം എൻ്റെ ബോഡിയിൽ പല ഭാഗത്തു നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ വേദന കൊണ്ട് കുറച്ച് സാധനങ്ങൾ ഞാൻ കുറച്ച് എടുത്ത് കളയണ്ടെന്ന് പോലും ഞാൻ പറഞ്ഞു പോയി. കാരണം ആ സമയത്ത് നമ്മൾ ഇമോഷണലി ഫിസിക്കലി എല്ലാം വളരെ വേദനയായിരിക്കും നമ്മൾ അനുഭവിക്കുന്നത്. അപ്പോൾ പേടിപ്പെടുത്താനായിട്ട് പറയുന്നതല്ല, ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ മെൻ്റലി റെഡി ആവാനായിട്ട് പറയുന്നതാണ്. അപ്പം നമുക്കറിയാം, ശരിക്കും നമ്മൾ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ഈ അസുഖം മൂലം. അതിനോടുകൂടെ ഈ ഫിസിക്കലായിട്ടുള്ള പെയിനും കൂടെ വളരെ ബുദ്ധിമുട്ടാണ്. അതിനുശേഷം അവർ ഓരോ ഭാഗത്തും ഇഞ്ചക്ഷൻ എടുക്കും, കട്ട് ചെയ്യും, സർജിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിച്ച് കട്ട് ചെയ്യും. ആ ഭാഗത്ത് കവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. കവർ ചെയ്യുമ്പോൾ പ്രത്യേക രീതിയിലാണ്, ക്ലോത്തും പ്ലാസ്റ്റർ പോലത്തെ സാധനങ്ങളും അങ്ങനെ പല രീതിയിൽ കവർ ചെയ്ത് അത്യാവശ്യം വലിയ കുറേ കെട്ടുകളായിരിക്കും നമ്മുടെ ദേഹത്ത് ഉള്ളത്. നമുക്ക് അന്ന് രാത്രി
നെക്സ്റ്റ് ഡേ തൊട്ട് കുളിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് ഈ പ്ലാസ്റ്ററും റിമൂവ് ചെയ്യാൻ പറ്റും 1-2 ദിവസത്തിനുള്ളിൽ. പിന്നെ അതിന് ശേഷം ഓയിൻമെൻറ്റ് തന്നിട്ടുണ്ട്. ആ ഓയിൻമെൻറ്റ് തേക്കുക. മുറിവ് ഉണങ്ങാനായിട്ട് സ്റ്റിച്ച് ഉണ്ടാവുമല്ലോ, നമ്മുടെ ബോഡിയിൽ സ്റ്റിച്ച് ഉണ്ടാവും. മുറിവ് കട്ട് ചെയ്ത് സർജറി ചെയ്ത് സ്റ്റിച്ച് ഇടുകയാണ് ചെയ്യുന്നത്. പ്ലാസ്റ്റിക് സർജറി ആകുമ്പോൾ ഒരു സാധാരണ സ്റ്റിച്ച് പോലെയല്ല, പ്രത്യേക രീതിയിലൊരു സ്റ്റിച്ചാണ്. അത് തനിയെ ഡിസോൾവ് ആയി പൊക്കോളും. ശരിക്കും അത് സ്റ്റിച്ച് എടുത്ത് കളയേണ്ട കാര്യമില്ല. പിന്നെ ഫേസിൽ ഉള്ള സ്റ്റിച്ച്, ഫേസിലും കയ്യിലും ഒക്കെ ഉള്ള സ്റ്റിച്ചസ് 10 ദിവസം കഴിഞ്ഞ് വന്ന് എടുത്ത് കളയാൻ പറഞ്ഞിരുന്നു. അങ്ങനെ 10 ദിവസം കഴിഞ്ഞ് പോയി ആ സ്റ്റിച്ചസ് എടുത്ത് കളഞ്ഞു. ദേഹത്തുള്ളതെല്ലാം തനിയെ പോകുകയും ചെയ്തു. ഇപ്പം ഏകദേശം 2 മാസമായി ചെയ്തിട്ട്. ഇപ്പം സ്റ്റിച്ചസ് ഒന്നുമില്ല. എന്നാലും ആ സ്റ്റിച്ചിൻ്റെ പാടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു ഓയിൻമെൻറ്റ് തന്നിട്ടുണ്ട്. പക്ഷെ അത് പതിയെ കുറയാൻ ചാൻസ് ഉള്ളൂ എന്ന് തോന്നുന്നു. പിന്നെ വേറൊരു കാര്യമുള്ളത്, നമ്മുടെ ഒരു സാമ്പിള്, സർജറി ചെയ്ത ഒരു സാമ്പിൾ അവർ ബയോപ്സിക്ക് അയക്കും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ബയോപ്സി എന്നൊക്കെ കേൾക്കുമ്പോൾ പേടിച്ച് പോകും. ബയോപ്സി എന്ന് പറയുന്നത് ക്യാൻസറിന് മാത്രമുള്ളതല്ല, അവർ സാമ്പിൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ബയോപ്സിയുടെ റിപ്പോർട്ട് 10 ദിവസം കഴിഞ്ഞ് കിട്ടി. അതിൽ ന്യൂറോഫൈബ്രോമാറ്റോസിസ് ടൈപ്പ് 1 തന്നെയാണെന്ന് കൺഫേം ചെയ്തിട്ടുള്ള ഒരു റിപ്പോർട്ടായിരുന്നു. പിന്നെ സർജറിയുടെ ചിലവ് 24,000 രൂപ ആണ് എനിക്ക് ചിലവായത്. അങ്ങനെയാണ് അതിൻ്റെ ടോട്ടൽ ചിലവ് വരുന്നത്. ചിലപ്പോൾ ഓരോ ഹോസ്പിറ്റൽസിന് വ്യത്യാസം കാണും. ഇതൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് ചെയ്തത്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. താങ്ക് യു.